ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. സോ കുറച്ച് തിരക്കില്ലാണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാത്തത്. ആദ്യമായിട്ടാണ് 1 മന്തിൽ ഒരു ശേഷം കഴിഞ്ഞ മാസം വീഡിയോ ഇട്ടിട്ടേ ഇല്ല. സോ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ എങ്കിലും നിങ്ങൾ തരുന്ന സപ്പോർട്ട് വലുതാണ്. നിങ്ങൾ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ എനിക്ക് വീണ്ടും അയച്ചുകൊണ്ടിരിക്കുന്നു. വീഡിയോ എവിടെ, വീഡിയോ നിർത്തരുത്, നിങ്ങൾ വീണ്ടും വരണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസൊക്കെ വന്നു. സോ എന്തായാലും ഒരുപാട് സന്തോഷം. കുറച്ചധികം തിരക്കായതുകൊണ്ടാണ്. ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസിൻ്റെ കുറച്ച് തിയേറ്റർ റിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ എന്തായാലും OTT റിലീസ് ആകുമ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. സോ ഞാൻ ഇന്ന് എന്തായാലും ഇനി മുതൽ പഴയ പോലെ ഡാവിഞ്ചി റിസോൾട്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. സോ എനിക്ക് ഈ ഒരു മാസം കുറച്ച് കമൻസ് വന്നിരുന്നു, ഇന്ന വീഡിയോ ചെയ്യാമോ, ഇതെന്താണ് അവസ്ഥ, കുറച്ച് സംശയങ്ങളും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് വരുന്ന ഡൗട്ട്സാണ്. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു കമൻസിൽ കുറച്ച് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ എനിക്ക് ആദ്യമായിട്ട് കുറച്ച് കമൻസ് വന്നതെന്ന് വെച്ചാൽ, ഈ മീഡിയ ഓഫ്ലൈൻ ആയി പോയാൽ എങ്ങനെ ചെയ്യും? അതായത് മീഡിയ ഇപ്പം നിങ്ങൾ ഒരിക്കൽ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഡാവിഞ്ചി ഓപ്പൺ ആക്കുമ്പോൾ ചിലപ്പോൾ മീഡിയ ഓഫ്ലൈൻ കാണിക്കും. സോ അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അത് നിങ്ങൾ ഡാവിഞ്ചി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റീലിങ്ക് ചെയ്താൽ മതി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ മീഡിയ ഓഫ്ലൈൻ ആയിട്ടുള്ള മീഡിയ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റീലിങ്ക് ചെയ്യാനാണ്. സോ ഞാൻ അധികം പറഞ്ഞ് കഴിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. സോ ഞാൻ താണ്ട ഇവിടെ കണ്ടോ, ഡാവിഞ്ചി റിസോൾട്ടിൻ്റെ ഒരു ഒഫീഷ്യൽ പ്രൊജക്റ്റാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ ഈ പ്രൊജക്റ്റൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റിംഗ് പ്രാക്ടീസൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ കമൻസായിട്ട് അറിയിക്കുക. ഞാൻ അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മീഡിയ എല്ലാം ഓഫ്ലൈനാണ്. പ്രിവ്യൂവിൽ കുറച്ച് കാണാമെങ്കിലും അതെല്ലാം ഓഫ്ലൈനാണ്. കണ്ടോ, ഓഫ്ലൈൻ മാത്രം കാണിക്കുന്നത്. ഇത് നിങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്യാറുണ്ട് അല്ലേ? നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് മീഡിയ ഓഫ്ലൈൻ ആണല്ലോ, എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. സോ ഇതൊക്കെയുള്ള റീസെറ്റ് തന്നെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്കുള്ള റീസെറ്റ് നമ്മളെ മീഡിയ റീലിങ്ക് ചെയ്യാവുന്നതാണ്. സോ അതിനായിട്ട് നിങ്ങളിതാ ഈ ഒരു റെഡ് സിമ്പിൾ ഉണ്ടോ, ഇതാണ് നമ്മൾ മീഡിയ ലിങ്ക് അല്ലെന്നാണ്ടാണ് ഇവിടെ റെഡ് കത്തി കിടക്കുന്നത്. സോ നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി റീലിംഗ് മീഡിയ എന്ന് കാണാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ, എഡിറ്റിംഗ് മിസ്സിംഗ് ക്ലിപ്സ് 27 ക്ലിപ്സ് മിസ്സിംഗ് ആണ്. സോ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണം. നിങ്ങൾ ഈ ലൊക്കേറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ആ ഫയൽ, ഇപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നുന്ന ആ ഫയൽ ഡോക്യുമെൻറ്റിലാണ്. സോ ഇത് ഡോക്യുമെൻറ്റ് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് ഫോൾഡറിലാണോ നിങ്ങൾ ആ ഫയൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൾഡറിലാണെങ്കിൽ ആ ഫോൾഡർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ്സിലാണോ, നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക ഹാർഡ് ഡ്രൈവിലാണോ, എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവിലാണോ, ഹാർഡ് ഡ്രൈവ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഓപ്പൺ കൊടുക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ അത് റീലിങ്ക് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു മീഡിയ റീലിങ്ക് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ യൂസ് ആക്കാവുന്നതാണ്. എൻ്റെ മ്യൂട്ട് ബട്ടൺ എവിടെ? ഓക്കെ, ഇതാണ് മ്യൂട്ട് ബട്ടൺ. ഓക്കെ, അല്ലെങ്കിൽ ഈ സൗണ്ട് എൻ്റെ മൈക്കിൽ പിടിക്കും. ഓക്കെ, സോ കണ്ടോ, ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ റീലിങ്ക് ചെയ്യാം. പക്ഷേ ചില സമയത്ത് ഇങ്ങനെ നിങ്ങൾ റീലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ക്ലിപ്പ് റീലിങ്ക് ആകത്തില്ല, വീണ്ടും ഇങ്ങനെ ഈ റെഡ് കത്തി തന്നെ കിടക്കും. സോ അതിനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഇപ്പോൾ ഡാവിഞ്ചി റിസോൾട്ട് ഞാൻ ഈ പ്രൊജക്റ്റ് ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ എൻ്റെ ഡോക്യുമെൻറ്റ്സിലാണ് ഈ ഒരു ഫോൾഡർ കിടക്കുന്നത്. ഒരു എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഞാൻ ഇത് സേവ് വെച്ചിരിക്കുന്നത്. സോ ഞാൻ ഫോൾഡർ ചേഞ്ച് ആക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ ഈ എൻ്റെ കമ്പ്യൂട്ടറിൽ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ ഇൻസൈഡിൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ആൽബത്തിലാണ്, ഒരു ഫോൾഡറിലാണ് ഈ വീഡിയോ കിടന്നത്. സോ അതുകൊണ്ട് അങ്ങനെ കിടക്കുന്നിടത്തോളം കാലം നമുക്കൊരിക്കലും ഇങ്ങനെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ റീലിങ്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ആ ഫോൾഡർ ഒന്ന് മാറ്റി, ഇപ്പോൾ നിങ്ങൾ ആ എഡിറ്റിംഗ് ആ ഫോൾഡർ മാറ്റി നിങ്ങൾ ചിലപ്പം ഡൗൺലോഡ്സിലോട്ടോ നിങ്ങൾ മറ്റൊരു ഫോൾഡറിലോട്ട് നിങ്ങൾ ആ എഡിറ്റിംഗ് ഫോൾഡർ കോപ്പി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റീലിങ്ക് ചെയ്താൽ റീലിങ്ക് ആകത്തില്ല. അപ്പോൾ നിങ്ങൾ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പല ഹാർഡ് ഡ്രൈവിൽ നിങ്ങൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് റീലിങ്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു മെത്തേഡ് കൊണ്ട് കഴിയത്തില്ല. സോ അത് എങ്ങനെ റീലിങ്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ അത് നിങ്ങൾ വേറെ ഒന്നും വേണ്ട, ഈസി ആയിട്ട് തന്നെ റീലിങ്ക് ചെയ്യാം. സോ നിങ്ങൾ നേരെ ഫസ്റ്റ് മീഡിയ പേജിൽ വരിക. ഇവിടെ നിങ്ങൾ മാസ്റ്റേഴ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ബിൻസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇവിടുത്തെ നിങ്ങളെ ബിൻ അറേഞ്ച്മെൻറ്റാണ്. ഞാൻ ബിന്നൊക്കെ എങ്ങനെ ചെയ്യാനൊക്കെ എൻ്റെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സോ ഞാൻ ഇവിടെ മാസ്റ്ററിൽ വന്നിട്ട് ഇവിടെ ഓൾറെഡി ബിൻസാണ്. സോ ആ ബിൻസിനെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടോ റീലിങ്ക് ക്ലിപ്സ് ഓഫ് സെലക്റ്റഡ് ബിൻസ് എന്ന് പറഞ്ഞൊരു ക്ലിപ്സ് ഫോർ സെലക്റ്റഡ് ബിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ വീണ്ടും ഇപ്പോൾ നിങ്ങൾ പുതിയൊരു ഹാർഡ് ഡ്രൈവ് ആണ്, ഇപ്പോൾ ഞാൻ ഡൗൺലോഡ്സിലല്ല, ഞാൻ നേരത്തെ ഡോക്യുമെൻറ്റ്സിലാണ് വെച്ചത്. ഇവിടെ എഡിറ്റിംഗ് ഫയൽ ഉണ്ട്, ഈ എഡിറ്റിംഗ് ഫയലായിരുന്നു അത്. സോ ഞാൻ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ വേറെ ഹാർഡ് ഡ്രൈവ് വെച്ച് വിചാരിച്ചോ. സോ അങ്ങനെയാണ് നിങ്ങൾ ആ ഹാർഡ് ഡ്രൈവ് ഇവിടെ നിങ്ങൾക്ക് ആ ഫോൾഡറോ ഹാർഡ് ഡ്രൈവ് ഏതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ റീഡിങ് ചെയ്യാൻ പറ്റും.
സോ ഇതാണ് നിങ്ങൾക്ക് മെയിൻലി റീലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമുള്ള 2 ഫീച്ചർ. ഒന്ന് നോർമൽ അതിൻ്റെ ഡാവിഞ്ചി റിസോൾവ് എങ്ങനെ റീലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഒഫീഷ്യൽ മെത്തേഡ്. സോ ഇത് നിങ്ങൾക്ക് റീലിങ്ക് ആയില്ലെങ്കിൽ നിങ്ങൾ നേരെ മീഡിയ പേജിലോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മീഡിയ പോലും ചെയ്യാം. നിങ്ങൾ റെഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അതേപോലെ ചെയ്യുവാണെങ്കിൽ കണ്ടോ റീലിങ്ക് ക്ലിപ്സ് ഫോർ സെലക്റ്റഡ് ബിൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ നിന്ന് കാണാവുന്നത്. ഇങ്ങനെയും ചെയ്യാം. സോ കുറച്ചും കൂടെ നിങ്ങൾക്ക് എല്ലാ ഫയൽസും കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കാണാനാണ് ഞാൻ ഈ മീഡിയ പേജിൽ വന്നിട്ട് അതേപോലെ ചെയ്തത്. സോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ റീലിങ്ങിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. ഞാനിത് എങ്ങനെയാണ് ഒരു ഹാർഡ് ഡ്രൈവിലേക്ക് ഫയൽ ചേഞ്ച് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ പ്രശ്നം, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലത്തെ ചെറിയ വീഡിയോസും കാര്യങ്ങളും ഡാവിഞ്ചി റിസോൾവ് ടിപ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെട്ടു വിചാരിക്കുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഞാൻ ഇനി ഇതേപോലൊരു നല്ലൊരു ഡാവിഞ്ചി റിസോൾവിൻ്റെ എഡിറ്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സും ട്യൂട്ടോറിയലും ഫിലിം മേക്കിംഗ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബൈ.